നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ, കൺസൾട്ടൻറ്റ് ENT ഹെഡ് ആൻഡ് നെക്ക് സർജൻ, KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഇന്ന് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക് നമ്മൾ നേരത്തെയും ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് തന്നെയാണ്. എന്നാൽ ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്, കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്വയറി വന്നിരുന്നു. പുറത്തു നിന്നുള്ളൊരു പേരൻ്റ് കുറച്ച് 3 വയസ്സുള്ളൊരു കുട്ടിയുടെ റിപ്പോർട്ട്സ് നമുക്ക് അയച്ചു തരികയും കുട്ടിക്ക് കേൾവി കുറവാണെന്നുള്ളൊരു സംശയം, അത് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നുള്ളൊരു ഹെൽപ്പിന് വേണ്ടിയാണ് ഈ റിപ്പോർട്ട്സ് നമുക്ക് അയച്ചു തരുന്നത്. നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇന്ന് മെഡിക്കൽ ഫീൽഡ് ഒത്തിരിയധികം അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ഒരു നിലയിലാണ്. അപ്പം നമുക്ക് പീഡിയാട്രിക് അല്ലെങ്കിൽ നിയോനേറ്റൽ ഹിയറിംഗ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. അതായത് ജനിച്ചതിന് ശേഷം ഒന്നുകിൽ കുട്ടി അമ്മയും ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുന്നോ, അല്ലെങ്കിൽ ഒരു മാസം ഒരു വാക്സിനേഷന് കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ടൈമിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഒരു ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും സംശയം, അതായത് ഹിയറിംഗ് ലോസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടിയെ പിന്നെ 3-ാം മാസത്തിലും 6-ാം മാസത്തിലും നമുക്ക് റീചെക്ക് ചെയ്യുകയും, ഈ സ്ക്രീനിങ് സംശയം തോന്നുന്ന കുട്ടികൾക്ക് നമുക്ക് ഫുൾ ഫ്ലെജ്ഡ് പീഡിയാട്രിക് ഹിയറിംഗ് ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്. അതായത് എല്ലാ കുട്ടികളിലും സ്ക്രീനിങ് മാത്രമല്ല, സ്ക്രീനിങ് എല്ലാവർക്കും ചെയ്യാം. അതിന് പുറമെ പക്ഷേ ഇൻവേരിയബ്ലി നമുക്ക് ഹൈ റിസ്ക് പ്രഗ്നൻസീസിലുള്ള കുട്ടികൾ, ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പ്രഗ്നൻസി പീരീഡിൽ എന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ കുട്ടിക്ക് ലോ ബർത്ത് വെയ്റ്റ്, അപ്കാർ സ്കോർ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി ICUയിൽ കുറേയധികം ദിവസങ്ങൾ കിടക്കേണ്ട വരുന്നൊരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നിയോനേറ്റൽ ഹൈപ്പർ ബിലിറൂബിനിമിയ, അതായത് നമ്മുടെ ബിലിറൂബിൻ കൗണ്ട്സ് വളരെ കൂടുതലായിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ സിൻഡ്രോമിക് അസോസിയേഷനുള്ള കുട്ടികൾ, അതായത് വേറെ പല മാൽഫോർമേഷൻസ്, എന്തെങ്കിലും അനോമലീസ്, വൈകല്യങ്ങളുള്ള കുട്ടികൾ, ഇങ്ങനത്തെ കുട്ടികളെ തീർച്ചയായിട്ടും ജസ്റ്റ് ഒരു ഹിയറിംഗ് സ്ക്രീനിങ് മാത്രം ചെയ്താൽ പോരാ. നമ്മൾ ഫുൾ ഫ്ലെജ്ഡ് പീഡിയാട്രിക്, ഒരു ഫുൾ ബാറ്ററി ഓഫ് പീഡിയാട്രിക് ടെസ്റ്റുകളുണ്ട്. ഇത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ, സ്ട്രക്ചേർഡ് രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഹിയറിംഗ് ലോസ് ഏർലി തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്താൽ നമുക്ക് ഏർലി ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് ഞാൻ എംഫസൈസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഒരു ഏർലി ഡിറ്റക്ഷനും ഏർലി ഇൻ്റർവെൻഷനെ കുറിച്ചാണ്. കാരണം ഞാൻ ഈ പറഞ്ഞൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ 3 വയസ്സായിട്ടാണ് പേരൻസിന് ഒരു സംശയം തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഡിലേ വരുന്നു? അതൊരു പക്ഷേ നമ്മുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ഇഗ്നറൻസ് ആണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ സ്ക്രീനിങ് ചെയ്യണമെന്ന് പറയുമ്പോൾ ബില്ലിങ് അല്ലാതെ വരാം, അല്ലെങ്കിൽ നമ്മൾ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മളിപ്പോൾ കുട്ടി ശ്രദ്ധിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നു, പക്ഷെ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ പറയും അതൊക്കെ നോർമലാണ്, പതുക്കെ ഇതായി വരും. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ENT ഡോക്ടറിനെ കാണാൻ നിങ്ങൾ മടിക്കല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഹിയറിംഗ് ഇവാലുവേഷൻ സംശയമുള്ള സാഹചര്യങ്ങളിൽ പൂർണ്ണമായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക. കാരണം ഏർലി ഒരു ഇവാലുവേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു ഔട്ട്കം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ താമസിച്ച് ഡിറ്റക്റ്റ് ചെയ്യുന്ന കേസുകൾക്ക് നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ഇൻ്റർവെൻഷൻ ചെയ്താലും നമ്മുടെ ഔട്ട്കംസ് അത്രയും സാറ്റിസ്ഫാക്ടറി അല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണാനിടയായതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കൺസൾട്ട് യുവർ ENT സർജൻ. താങ്ക് യു.